കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അരനൂറ്റാണ്ടിലധികം കാലത്തെ അനുഭവ കരുത്തുമായാണ് എം എ ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആവുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ വിദ്യാർത്ഥി പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന ബേബി സ്വാതന്ത്ര്യാനന്തര തലമുറ കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ്. രാഷ്ട്രീയത്തിന് പുറമെ സാംസ്കാരിക ചിന്തകനായും സൈദ്ധാന്തികനായും ദാർശനികനായും ഭരണാധികാരിയായും തിളങ്ങിയ ശേഷമാണ് എം എ ബേബി EMS-ന് പിൻഗാമിയായി കേരള പാർട്ടിയിൽ നിന്നും ഇന്ത്യൻ പാർട്ടിയുടെ പരമോന്നത പദവിയിൽ എത്തുന്നത്. 70കളിൽ കേരളത്തെ ക്യാമ്പസുകൾ ഉറക്കെ വിളിച്ച മുദ്രാവാക്യം 4.5 പതിറ്റാണ്ടിന് ശേഷം മധുരയിൽ നിന്നും മുഴങ്ങുകയാണ്. എം എ ബേബി നമ്മെ നയിക്കും. 1972-ലെ 9ാം മധുര കോൺഗ്രസിന് മുന്നോടിയായുള്ള കൊല്ലം സംസ്ഥാന സമ്മേളന കാലത്താണ് PM അലക്സാണ്ടർ മാഷിന്റെയും ലില്ലിയുടെയും 8 മക്കളിൽ ഇളയവൻ ബേബി പാർട്ടി അംഗത്വത്തിലെത്തിയത്. മധുരയിൽ നിന്നും തുടങ്ങി മധുരയിലെത്തി നിൽക്കുന്ന മറ്റൊരു മധുര മനോഹര സമ്മേളനത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അറസ്റ്റും മർദ്ദനവും ജയിലറുകളും നിറഞ്ഞ അടിയന്തരാവസ്ഥയുടെ തീച്ചൂള കടന്നെത്തിയ വിപ്ലവ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആകെയും പ്രതീകമാണ് എം എ ബേബി. പ്രാക്കുളം NSS കോളേജിലെ KSF-ന്റെ യൂണിറ്റ് സെക്രട്ടറി. 1975-ൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായപ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു സെക്രട്ടറി. 1979-ൽ പാറ്റ്നയിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായപ്പോൾ സീതാറാം യെച്ചൂരി ജോയിന്റ് സെക്രട്ടറി. ദില്ലിയിലെ ജൻപത്ത് റോഡിലെ ഒരു കൊച്ചുമുറിയിലായിരുന്നു അന്ന് SFIയുടെ ഓഫീസ്. ശൈത്യകാലത്ത് വർക്കിംഗ് ടേബിൾ കട്ടിലാക്കി കർട്ടനുകൾ ഊരി പുതച്ചുറങ്ങിയ കാലത്തിന് അല്പം കൂടി വിസ്താരം വന്നത് വിതൽഭായ് പട്ടേൽ ഹൗസിലേക്ക് ഓഫീസ് മാറ്റപ്പെട്ടതോടെയാണ്. EMS, BT രണദിവെ, ബസവ് പുന്നയ്യ, ഹർകിഷൻ സിംഗ് സുർജിത് തുടങ്ങിയ മഹാമനുഷ്യരുടെ തണലിലായിരുന്നു എം എ ബേബിയുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതം ചുവടുവെച്ചത്. 1982-ൽ സഖാവ് ബെറ്റി ലൂയിസ് ബേബിയുടെ ജീവിത പങ്കാളിയായി. 1986-ൽ രാജ്യസഭാംഗമാകുമ്പോൾ പാർലമെന്റിലെയും ബേബിയായിരുന്നു എം എ ബേബി. 1992-ൽ രാജ്യസഭാംഗമായി തുടർന്നു. 1984-ൽ CPIM സംസ്ഥാന സമിതി അംഗം. 1987-ൽ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. 1989-ൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. 92-ൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം. 97-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 2002-ൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. 2012 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം. 2006-ൽ കുണ്ടറയിൽ നിന്ന് ജയിച്ച് VS മന്ത്രിസഭാംഗമായ എം എ ബേബി ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം കേരളം കണ്ട വിദ്യാഭ്യാസ മന്ത്രിയായി പേരെടുത്തു. വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി അടുപ്പമുള്ള ബേബി ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളുടെ നായകനാണ്. ഫിദൽ കാസ്ട്രോയുമായും ചെഗുവേരയുടെ കുടുംബങ്ങളുമായും ബേബിക്ക് സൗഹൃദമുണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പലതരത്തിലുള്ള ജീർണതകൾക്ക് മൂല്യച്യുതിക്കുമെതിരായി ഇന്ത്യയുടെ ദേശീയ പതാക മാറ്റണമെന്നുള്ളതാണ് സംഘപരിവാറിന്റെ ആവശ്യം. മതത്തെ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനോടെ നമുക്ക് എതിർപ്പുള്ളൂ. വ്യത്യസ്തതകൾ പുലരാൻ മനുഷ്യകുലത്തിൽ അവകാശമുണ്ടാവണം, സ്വാതന്ത്ര്യമുണ്ടാവണം. എന്താണ് രാമായണം? ആരുടേതാണ് രാമായണം? എത്ര രാമായണങ്ങൾ ഉണ്ട്? പാണ്ഡിത്യം കൊണ്ടും പരന്ന വായന കൊണ്ടും സഹൃദയത്വം കൊണ്ടും കലാഭിരുചി കൊണ്ടും കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ വേറിട്ട് നിൽക്കുന്ന ബേബിക്ക് കർണാട്ടിക്, ഹിന്ദുസ്ഥാനി സംഗീത ശാഖകളിൽ അഗാധമായ അവഗാഹമുണ്ട്. കലയിലും സാഹിത്യത്തിലുമുള്ള താല്പര്യം രാഷ്ട്രീയ പ്രവർത്തനത്തെ കൂടുതൽ സംസ്കാരഭദ്രമാക്കുമെന്ന് കരുതുന്ന ബേബി ചിലപ്പതികാരത്തിന്റെയും കണ്ണകിയുടെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും മധുരയിൽ നിന്ന് പാർട്ടിയുടെ മുന്നണി പടനായകനാകുമ്പോൾ മുഴങ്ങുന്നത് സംസ്കാരത്തിന്റെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ സംസ്കാരവുമാണ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.